2023 ഫെബ്രുവരി 19 ഇടവണ്ണപ്പാറയിൽ +1 വിദ്യാർത്ഥി ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ കരാട്ടെ അധ്യാപകനെതിരെ പീഡന പരാതി നൽകി അതുമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് കുട്ടി എങ്ങനെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള പരാതിയുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ ചാലിയാർ പുഴയിൽ കണ്ടെത്തുന്നത്. തുടക്കം തൊട്ട് തന്നെ അത് ആത്മഹത്യയാണ് എന്ന് അന്വേഷിക്കുന്ന പോലീസ് ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ അത് ആത്മഹത്യയല്ല, ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല എന്നൊക്കെ കുടുംബവും അധ്യാപകരും ഉൾപ്പെടെ പറയുന്നുമുണ്ട്. അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത് ആത്മഹത്യ തന്നെയാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അജിംസ്, ഈ കുട്ടിയെ അറിയുന്ന ആളുകളൊക്കെ പറയുന്നത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ്. അതുപോലെ തന്നെ അധ്യാപകരും കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കിയ ഡോക്ടറുമൊക്കെ പറയുന്നു കുട്ടി കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഈ കേസുമായി മുന്നോട്ട് പോകാമെന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു കുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യൂ? ഈ മരിച്ച കുട്ടി എൻ്റെ മകളുടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അവൾ പഠിച്ചുകൊണ്ടിരുന്നത് അതേ സമയത്ത് തന്നെ. അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് പഠനം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ സ്കൂളിൽ വളരെ വിയേർഡായിട്ട് കാണുകയും ദുഃഖിതയായി കാണപ്പെടുകയും ചെയ്തപ്പോൾ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ സംഭവം പുറത്തു വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2023 സെപ്റ്റംബറിലാണ് ഈ കുട്ടി കൗൺസിലിങ്ങിന് വിധേയമാവുകയും ഇത് തുറന്നു പറയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ചൈൽഡ് ലൈനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ പോലീസിനെ ഇത് ഇൻറ്റിമേറ്റ് ചെയ്യണം, പോലീസ് മൊഴിയെടുക്കണം. ഈ കുട്ടി മരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇതൊരു ഗുരുതരമായ കാലവിളംബമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് കേസെടുക്കണേ എന്ത് വേണം? ഇരയുടെ അല്ലെങ്കിൽ സാക്ഷിയുടെ മൊഴി വേണം. ആ മൊഴി എടുക്കാൻ ആ കുട്ടി സ്റ്റേബിൾ ആയിരുന്നില്ല. സ്റ്റേബിൾ ആയതിനു ശേഷം മൊഴി കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇനി ആ മൊഴി ലഭിച്ചില്ല എന്ന് കരുതുക. ഞാൻ ഇത്തരം കേസുകളിൽ, പോക്സോ കേസുകളിൽ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കുട്ടി താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മൊഴിയെടുക്കുന്നു. 6 മാസം കഴിഞ്ഞ് ആ കുട്ടി മരിക്കുന്നു. അതിൽ കേസെടുക്കപ്പെടുന്നില്ല. ഈ പ്രതി എന്ന് പറയുന്ന അവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്നാലോചിച്ച് നോക്കുക. ഈ ഇരപിടിയനായ പ്രതി അവിടെ തന്നെയുണ്ട്, ആ ഇരയുടെ ഇമ്മീഡിയറ്റ് വിസിനിറ്റിയിലുണ്ട്. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് കുട്ടി കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. പ്രത്യേകിച്ചും പോക്സോ കേസുകളുടെ കാര്യത്തിൽ ഈ സിസ്റ്റത്തിന് ഗുരുതരമായ കുഴപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്. കൊലപാതകവും മരണം എക്സോർവൈ എന്താവട്ടെ. ഇവിടെ തന്നെ നോക്കുക, മൊഴി കൊടുക്കാൻ തയ്യാറായിരുന്ന, പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ മുട്ടൊപ്പം വെള്ളത്തിൽ മരിച്ചു കിടക്കുക. അന്വേഷിക്കുന്ന പോലീസ് പറയുന്നു അത് ആത്മഹത്യയാണെന്ന് പറയുക. അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്ന ബന്ധുക്കളോട് പറയുന്നു ചിരട്ടയിലെ വെള്ളത്തിൽ പോലും ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്ന് പറയുക. ഇത് ആര് വിശ്വസിക്കാനാണ്? അത് ആരാണ് വിശ്വസിക്കുക? ഒന്ന് കൈ മുന്നോട്ട് കെട്ടിയ നിലയിലായിരുന്നു കുട്ടിയുടെ ബോഡി കണ്ടെത്തിയതെന്ന് പറയുന്നു. ഇട്ടിരുന്ന ചെരുപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഈ കുട്ടിയുടെ വസ്ത്രം പുഴയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. വസ്ത്രം പുഴയിൽ നിന്ന് കിട്ടുന്നു, ചെരുപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സാധാരണ കോമൺ സെൻസ്, അതിന് ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡൊന്നും വേണ്ട. സാധാരണ കോമൺ സെൻസിലുള്ള ഒരാൾക്ക് മനസ്സിലാവും അതൊരു ആത്മഹത്യയല്ല എന്നുള്ളത്. ഒന്നുകിൽ ഒരു അപകട മരണം പോലുമല്ല, അത് കൊലപാതകമാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്ക് മനസ്സിലാവും. പക്ഷേ പോലീസ് എന്തുകൊണ്ടാണ് അത് ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയുന്നു? അവസാനം മുഖ്യമന്ത്രിയോട് പോയി നേരിട്ട് പരാതി പറഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നത്. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇവിടെ എത്തിയിട്ടില്ല. ഈ പ്രതി ഇപ്പോഴും റിമാൻഡിലുണ്ട്. എന്നിട്ട് ഈ കേസ് അന്വേഷിച്ച് ഒരു കൺക്ലൂഷനിലെത്താൻ പോലീസിന് കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് ഉള്ളത് പോക്സോ കേസുകൾക്കാണ്. കുഞ്ഞുങ്ങൾ ഇരയാവുന്ന കേസുകൾക്കാണ് ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ്. പരമാവധി അത് 15% പേരെ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പോക്സോ കേസുകൾ, ഇതിപ്പോൾ പോക്സോ ഉണ്ട്, കുട്ടിയുടെ മരണമുണ്ട്, രണ്ട് കേസാണ്. മരണത്തിൻ്റെ കേസ് ഇപ്പോഴും സ്വാഭാവിക മരണം തന്നെയാണ്, അതിലാരും പ്രതിയുമില്ല. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ പോക്സോ കേസുകളിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ അതിൽ പ്രതികളാവുന്നവർ ഒന്നുകിൽ ബന്ധുക്കളായിരിക്കും, അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽവാസികൾ. അപരിചിതരല്ല കുട്ടികളെ ഉപദ്രവിക്കുന്നു, അവർ വീടകങ്ങളിലാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത്. അതിപ്പോൾ വാളയാറിലായാലും മറ്റെവിടെയാണെങ്കിലും പരിചയക്കാരോ അയൽവാസികളോ ബന്ധുക്കളോ ആണ് ഇവരെ പീഡിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ, സർക്കാർ ഒരു 2 വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. അത് നമ്മുടെ സാമൂഹിക സുരക്ഷാ വകുപ്പാണ് അത് പുറത്തുവിട്ടത്. പോക്സോ കേസുകളിൽ ബഹുഭൂരിഭാഗവും വ്യാജ കേസുകളാണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യം, ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങി, അച്ഛൻ കുട്ടിയെ ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് അമ്മ പരാതി കൊടുക്കുന്നു.
അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ പേരിൽ വ്യാജ പരാതി കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ മൊഴി മാറ്റുന്നു. അങ്ങനെയാണ് ഈ കേസുകൾ ഇല്ലാണ്ടാവുന്നതെന്നാണ് സർക്കാർ ന്യായീകരണം. ഇത് കളവാണ്. അതിൻ്റെ കാരണം നമ്മൾ ഈ വന്ന കേസുകൾ ഓരോന്ന് 1 by 1 പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസുകളിൽ കുട്ടികളുടെ മൊഴി മാറ്റപ്പെടുകയാണ്. ഇപ്പോൾ അരീക്കോട് പോക്സോ കേസെന്ന് ചുമ്മാ വെറുതെ ഗൂഗിൾ ചെയ്താൽ ഒരുപാട് കേസുകൾ കിട്ടും. അരീക്കോട് എന്ന ഒരൊറ്റ പ്രദേശത്ത് തന്നെ ഒരുപാട് കേസുകൾ നമുക്ക് അറിയാൻ പറ്റും. ഈ അരീക്കോട് നടന്ന ഒരു സംഭവത്തിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ ബന്ധുക്കൾ തന്നെയാണ് പീഡിപ്പിച്ചത് ഈ കുട്ടിയെ. അവസാനം ഈ കുട്ടിയെ നിർഭയ ഹോമിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. കുട്ടിയെ പരീക്ഷ എഴുതാൻ വേണ്ടി അവിടെ നിന്ന് വിട്ടു. പരീക്ഷാ ഹാളിൽ നിന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മൊഴി മാറ്റിച്ചു. അതായത് കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്തും. കാരണം വെച്ചാൽ ഇവരൊക്കെ ബന്ധുക്കളായിരിക്കും. ഇപ്പോൾ അമ്മാവനോ ചെറിയച്ഛനൊക്കെ ആയിരിക്കും പീഡിപ്പിക്കുന്നതെങ്കിൽ ഈ കുടുംബം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു കൊലയറകളാണ്. ഞാൻ അത് കഴിഞ്ഞ ദിവസം ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞു. ഫാമിലി എന്ന് പറഞ്ഞ സിനിമ എന്താണ്, ഡോൺ പാലത്ര സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് വരച്ചു കാട്ടുന്ന സാധനമാണ്. കുടുംബം എന്ന സിസ്റ്റം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം അപകടകരമാവുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം അത് അവനല്ലേ ചെയ്തത്, നമുക്കത് അങ്ങ് ഒതുക്കി തീർത്ത് കളയാം, മോൻ അതില്ല എന്ന് പറയണം കേട്ടോ എന്ന് ഇരകളുടെ അടുത്ത് പറയുന്നത് ഈ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ. ഇനി ഈ കുട്ടികളെ, ഈ ഇരകളായ കുട്ടികളെ ഈ ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ അടുത്തേക്ക് തന്നെയാണ് ഇവർ വിടുന്നത്. സർക്കാർ, ഭരണകൂടം ഇവർ തിരിച്ചയക്കുന്ന കൊണ്ടാണ്. ഇപ്പോൾ നിർഭയ ഹോംസ് എന്ന് പറയുന്നത് 2012 മുതൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന നിർഭയ ഹോംസ് ഉണ്ടായിരുന്ന ഒരു ജില്ലയിലും 2023 സംസ്ഥാന സർക്കാർ എല്ലാം അടച്ചുപൂട്ടി. തൃശ്ശൂർ ഒറ്റ കേന്ദ്രം മാത്രമാക്കി. എന്നിട്ട് ഇവരെന്ത് ചെയ്യുക, ബന്ധുക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഈ വീട്ടിലേക്ക് തന്നെ അയക്കുന്നു. പ്രതി തൊട്ടടുത്താണ്. ഞാൻ അങ്ങനത്തെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയിൽ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടി പീഡനത്തെ തുടർന്ന് ഗർഭിണിയായി പ്രസവിച്ചു. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ കുട്ടി ജീവിക്കുന്നത് മുത്തശ്ശിയോടൊപ്പമാണ്. അതിൻ്റെ അമ്മ അവിടെ ഇല്ല. അമ്മ ഹോം നേഴ്സായി മറ്റവിടെ ജോലിയാണ്. ഒരു പ്രായമായ മുത്തശ്ശിയും പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടിയും അതിൻ്റെ കൈക്കുഞ്ഞുമായിട്ട് ഒരു അടച്ചുറപ്പില്ലാതെ വീട്ടിൽ ജീവിക്കുക. ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചയാൾ ജീവിക്കുന്നത് തൊട്ട് ഓപ്പോസിറ്റാണ്. ഈ കുട്ടിയുടെ ജീവൻ എന്തുമാത്രം വിലയുണ്ടാവും, എന്ത് സുരക്ഷയുണ്ടാവും? ഇത് ആരാണ് നോക്കേണ്ടത്? ഈ കുട്ടിയുടെ ജീവൻ്റെ സുരക്ഷ ആരാണ് നോക്കേണ്ടത്? ഭരണകൂടമാണ്. പക്ഷെ ഭരണകൂടത്തിന് ഒരിക്കലും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയുമില്ല. അത് ഞാൻ ഈ സർക്കാരിന് മാത്രമല്ല, ഒരു സർക്കാരിനും അതിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 2012 നിർഭയ ആക്ട് വന്നത്. 2017 മുതൽ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഈ കേസുകൾക്ക് പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ പോക്സോ കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് കുറഞ്ഞത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ എനിക്ക് കൗതുകമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ പോലീസ് സംവിധാനം മുതൽ കോടതിയിൽ കേസ് എത്തുന്നതുവരെ പല ഘട്ടങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വാളയാർ കേസിൽ കണ്ടതാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ വാളയാർ കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി വാദിച്ചു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ടേ? അല്ലെങ്കിൽ ഭരണകൂടം അന്വേഷിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്? കുട്ടികളുടെ മൊഴി മാറ്റപ്പെടുന്നു, അത് അന്വേഷിക്കേണ്ടേ? അവരെ ഭീഷണിപ്പെടുന്നു. പ്രതികളുടെ അടുത്തേക്ക് തന്നെ കുട്ടികൾ താമസിക്കാൻ വിടുന്നു, അവർ നിരന്തരം ഭീഷണിപ്പെടുത്തപ്പെടുന്നു. വണ്ടിപ്പെരിയാറ്റിൽ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഒരു മകളായ SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഇതേപോലെ തന്നെ പീഡിപ്പിച്ച ശേഷം കഴുത്തിൽ കുരുക്കിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യം ആത്മഹത്യയാണെന്ന് പോലീസ് എഴുത്തള്ളി. പിന്നീട് അന്വേഷിച്ചപ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റായി. അയാളെ കോടതി കേസ് വേണ്ട വിധത്തിൽ, ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെന്ന് പറഞ്ഞാൽ എല്ലാം രാഷ്ട്രീയ നിയമനമാണ്. ഇവർ കേസ് വാദിക്കാതുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി. പിന്നീട് കോടതി തന്നെ ഈ പ്രതിയോട് ഹാജരാകാൻ പറഞ്ഞ ഒരു വാർത്തയെ നമ്മൾ വായിച്ച് ഓർക്കുന്നുണ്ടാവും. ഇത് ഓരോ ജില്ലയിലും നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് ഓരോ കേസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. 2012 1000-1200 കേസ് രജിസ്റ്റർ ചെയ്യുന്നിടത്ത് ഇന്ന് 2023 ആകുമ്പോഴത്തേന് 4000-ഓളം കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ മിക്കവാറും ഒരു 75% OBC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരിക്കും. ബഹുഭൂരിഭാഗവും SC/ST OBC വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കും. അങ്ങനെ അതുണ്ട്. മറ്റൊന്ന്, അപ്പോൾ അതിനർത്ഥം അപ്പർ ക്ലാസ് വീടുകളിൽ ഇത് സംഭവിക്കുന്നില്ല എന്നാണോ? അല്ല, അവിടെ നടക്കുന്നുണ്ട്. അത് പുറത്തറിയുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇതാണ് ഞാൻ കുടുംബം എന്ന് പറയാൻ കാരണം. കുടുംബത്തിൽ വെച്ച് തന്നെ ഒതുക്കി തീർക്കും. നാണക്കേട് ഭയന്ന്, കുടുംബത്തിൻ്റെ മാനം ഭയന്ന്, അയൽവാസികളുമായ ബന്ധം ഭയന്ന് ഇത് മാറ്റി തീർക്കും. ഞാൻ ഈ പോക്സോ കേസുകളെ കുറിച്ച് അടിവരായിട്ട് പറയാൻ കാരണം, ബാക്കി എന്ത് അനീതിയും ഇപ്പം എന്നോടൊരു അനീതിയോടെ കാണിച്ചാൽ എനിക്കതിനെതിരെ ശബ്ദം ഉയർത്താൻ പറ്റും, എനിക്കൊരു പരാതി പറയാൻ പറ്റും. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരാണ് പരാതി പറയുക? അതായത് താൻ അനീതി നേരിടുന്നു എന്ന് വിളിച്ചു പറയാൻ പോലും കഴിയാത്ത സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വൾണറബിളായ വിഭാഗത്തിൻ്റെതായിട്ടുള്ള അക്രമ കേസുകളിലാണ് ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് ഉള്ളതെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ഭരണകൂടമാണ്. ഇപ്പോൾ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
നിഷാദ്, ഈ കരാട്ടെ അധ്യാപകൻ ഇയാൾക്കെതിരെ ഇതിനു മുമ്പും ഈ പോക്സോ കേസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്ന സ്ഥിതിക്ക് അത് ആദ്യമേ അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? പോലീസിന്റെ ഭാഗത്ത് തുടക്കം തൊട്ട് തന്നെ ഒരു വീഴ്ചയുണ്ടായി എന്ന് പറയണ്ടേ? പോലീസ് ഈ കേസ് ശരിയാവണ്ണം അന്വേഷിക്കുന്നില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ വന്നതിന് ശേഷവും കേസിൽ ശരിയാവണ്ണമുള്ള അന്വേഷണം നടക്കുന്നില്ല. ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥാപിക്കുന്നതിന് ഉതകം വിധത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്, ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ഇന്നിപ്പോൾ ഈ നാട്ടുകാർ നാളെ അവിടെ ചേർന്ന സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും ഈ കേസ് ശരിയാൻ വഴിക്ക് പോകുന്നില്ല എന്നതാണ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും പോലീസ് അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതേസമയം കുടുംബം നേരത്തെ അജിംസ് പറഞ്ഞുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കൈ കെട്ടിയിട്ട ശേഷം അഴിച്ചതുപോലെ തോന്നി, വേഗത്തിൽ ഊരി പോകുമായിരുന്നു, ചെരുപ്പ് അവിടെ ഉണ്ടായിരുന്നു, പാതി ശരീരം മറച്ച നിലയിലായിരുന്നില്ല, വെള്ളം കുറവായിരുന്നു, നെറുകിലൊരു ചെറിയ പാടോ മറ്റോ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊലപാതകത്തിൻ്റെ തെളിവായി എടുക്കാൻ കഴിയുന്നതാണ്. അസ്വാഭാവികമായി രണ്ടുപേരെ അവിടെ കണ്ടിരുന്നു. അവരെ ആരാണെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ മുഖം തരാതെ ബൈക്കിൽ പാഞ്ഞുപോയി. അപ്പോൾ ഈ ഏരിയാസ് ഒന്നും പോലീസ് കവർ ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇയാൾക്ക് കുറേ ശിഷ്യഗണങ്ങളുണ്ട്, ഇയാൾ കുറേ ഗൂണ്ടായിസമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് അയാളൊരു അക്രമം കാണിക്കാനുള്ള സകല സാധ്യത ഉണ്ടായിരുന്നിട്ട് കൂടി ആ ഭാഗങ്ങളൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പോയിൻ്റ്. അതാണ് ശരിക്കും ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് നമുക്കൊരു തീർപ്പ് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്താണോ അവരുടെ റിലേറ്റീവ്സ് ഉന്നയിക്കുന്ന ആവശ്യം അല്ലെങ്കിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം എന്നിവ പരിഗണിക്കപ്പെടേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. അവരുടെ ആശങ്ക ഇല്ലാതാക്കുകയും അവരെ വിശ്വാസമെടുക്കുകയും ചെയ്യാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്, പോലീസിനുണ്ട്. ഇതിലൊരു കാര്യമുള്ളത്, ആ സമയത്ത് ഈ പെൺകുട്ടിയും കരാട്ട അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ അധ്യാപന രീതിയെക്കുറിച്ചും അയാൾ എടുക്കുന്ന ഒരു മോഡസ് ഓപ്പറണ്ടിയെക്കുറിച്ചുമുള്ള കുറേ വിവരങ്ങൾ നമുക്കുണ്ട്. ഞാൻ നിങ്ങളുടെ അധ്യാപകനാണ്, നിങ്ങളുടെ ഗുരുവാണ്, ദൈവമാണ്, അപ്പോൾ നിങ്ങൾ സമ്പൂർണ്ണമായും എനിക്ക് സമർപ്പിക്കുക എന്നാണ് നിങ്ങളുടെ ജീവിത വിജയത്തിനുള്ള പ്രധാന മാർഗ്ഗമെന്ന് ഈ മൈനറായിട്ടുള്ള കുട്ടികളെ അയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുമായിരുന്നത്രേ. നിങ്ങളുടെ നെഞ്ചിൽ കൈവയ്ക്കുമ്പോഴാണ് എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞ് അവരുടെ ശരീരത്തിൽ പുള്ളി കാരണമായി ഈ കാരണം പറഞ്ഞ് സ്പർശിക്കുമായിരുന്നു. കരാട്ടെ ക്ലാസ്സിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളെ തൊടാനും ഇതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതങ്ങനെയാണെന്ന് ഇവരെ പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആണ് കുട്ടികൾ പല ആളുകൾക്കും ഈ തിരിച്ചറിവുണ്ടായത് ഇത് പീഡനമായിരുന്നു. ഞങ്ങളുടെ തിരിച്ചറിവുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പലർക്കും നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഇതൊരു ഗുരുതരമായ ക്രൈമാണ്, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ക്രൈമാണെന്ന് മനസ്സിലാകുന്നു. പല കുടുംബങ്ങൾക്ക് മനസ്സിലാവുന്നു, കുട്ടികൾക്ക് മനസ്സിലാവുന്നു, ഞങ്ങൾ നിരന്തരമായി പീഡനത്തിന് ഇരകളാക്കപ്പെടുകയാണെന്ന്. പക്ഷേ നോക്കൂ, ഈ കുട്ടിയുടെ മരണത്തിൽ ഈ കുട്ടി പരാതി കൊടുക്കുന്നു. അതിനുശേഷം കുട്ടി അസാധാരണമായൊരു സന്ദർഭത്തിൽ മരിച്ചതായി കാണപ്പെടുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ആ കുട്ടി മരണം ചൂസ് ചെയ്തതാണ്, ആത്മഹത്യയാണെങ്കിൽ ഇദ്ദേഹം ഇയാൾ ജയിലിൽ പോവുകയും ചെയ്തു. ബാക്കി പരാതികൾ എവിടെ പോയി? ബാക്കി കുട്ടികളുടെ പരാതികൾ എവിടെ? ഇത്രയധികം പേർക്കുണ്ടായിരുന്ന പരാതികൾ എങ്ങനെ മൂടി വയ്ക്കപ്പെട്ടു? ആർക്കും ഇപ്പോൾ ഒരു പരാതിയുമില്ല എന്ന സിറ്റുവേഷൻ എങ്ങനെ രൂപപ്പെട്ടു? അത് ഭയങ്കരമായ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാം സ്വാഭാവികമായി സംഭവിച്ചെന്ന് ക്രൈംബ്രാഞ്ചും പോലീസും പറയുന്നുവെങ്കിൽ ഇയാളുടെ ക്ലാസ് റൂമിൽ പഠിച്ച മറ്റ് പെൺകുട്ടികൾക്കുണ്ടായിരുന്ന പരാതിയും അവർക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പെറ്റീഷനും ഇപ്പോൾ എവിടെയാണ്? അത് മൂടി വയ്ക്കപ്പെട്ടോ? അവർക്കാർക്കും ഇപ്പോൾ പരാതിയില്ലേ? ഇപ്പം അവർക്ക് പരാതിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അതാരെങ്കിലും സമ്മർദ്ദത്തിലൂടെ ഇല്ലാതാക്കിയതാണോ? അതോ അയാൾ പോയി ഭയപ്പെടുത്തി അവരെ കൊണ്ട് പിൻവലിപ്പിച്ചതാണോ? അയാളോ അയാളുടെ സംഘമോ പുറത്തെങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ ആളുകളെ ഭീഷണിപ്പെടുത്തി? അപ്പോൾ ഇയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മരിച്ചുപോയ ഹതഭാഗ്യയായ പെൺകുട്ടിയല്ലാതെ മറ്റാർക്കെങ്കിലും ഈ പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ഒരു പരാതിയും ഇല്ലെങ്കിൽ കൂടി പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എവിടെയാണ് നിൽക്കുന്നത്? പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ അധികമായി കണ്ടെത്തി? ഇതിനൊന്നും ഉത്തരവില്ല. എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്ത് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ, നമുക്കിപ്പോഴും മനസ്സിലാവാത്ത സംശയകരമായ ദുരൂഹമായ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ബാക്കി പരാതികൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രമല്ല അവിടെ ഈ ദുരനുഭവം ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളവരുടെ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ആ ചോദ്യം ഉണ്ടല്ലോ. അത് ആൻസർ ചെയ്യപ്പെടുമ്പോഴേ ഇതിൻ്റെ മൊത്തം വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സംശയങ്ങൾ ശരിയാണ്. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് നമുക്ക് അവരുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ, അവർക്ക് വേണ്ടി ഇപ്പോൾ സമരരംഗത്തുള്ള ആളുകൾ, അവരുടെ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വിൽ പവർ ഉണ്ടായിരുന്ന ഒരു കുട്ടി, IFS ഒക്കെ സ്വപ്നം കണ്ടിരുന്ന വളരെ സ്ട്രോങ് ആയ ഒരു പെൺകുട്ടിയാണ്. അവർ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു. പരാതി കൊടുക്കാൻ ആദ്യം തീരുമാനിക്കും പോലും ഈ കരാട്ടെ മാസ്റ്റർ കൊണ്ടത്രേ ഒരു പെൺകുട്ടി. അപ്പം ആ പെൺകുഞ്ഞിൻ്റെ മനസ്സെന്തായിരിക്കും ഈ പരാതി കൊടുത്താൽ, അച്ഛൻ പോക്സോ കേസിൽ പിടിക്കപ്പെട്ടാൽ? അതുകൊണ്ടൊരു കുറച്ച് ഹോൾഡ് ചെയ്യാൻ കൂടി തീരുമാനിക്കുകയും ചെയ്തു. അത്രയും അനുതാപമൊക്കെ ഉള്ള കുറച്ചൊരു വിശാലമായ മനസ്സൊക്കെ ഉള്ള ഒരാൾ, അയാൾ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് കാരണം എന്തായിരിക്കും? അത് ഉത്തരം കിട്ടണമല്ലോ. ഏതിനും ഉത്തരം കിട്ടണം. വാളയാർ പെൺകുട്ടികൾ നിരാശാബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തു. ചെറിയ പെൺകുട്ടികൾക്ക് നിരാശാബോധം എപ്പോഴാണ് ഉണ്ടാവുക മനുഷ്യർക്ക്? ഈ പെൺകുട്ടി സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ആക്ഷനുമായിട്ട് പോകാൻ തീരുമാനിച്ച് പാതി വഴിയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ സിസ്റ്റം, അവരുടെ കുടുംബവും നാട്ടുകാരും മൊത്തം അവരുടെ കൂടെ ഉള്ളപ്പോൾ അവരെന്തിന് പാതിയിൽ അവസാനിപ്പിക്കണം? ഇത് ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് ആൻസർ ചെയ്യപ്പെടുന്നതിനാണ് ഒരു കുറച്ചുകൂടി വിശാലമായ അന്വേഷണം വേണം. CBI വന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായ ബന്ധമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള
ക്രിയകൾ ചെയ്തു കൊടുക്കുന്ന ആളാണെന്നൊക്കെയുള്ള ആക്ഷേപം ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ ബന്ധങ്ങളുണ്ടാവുമല്ലോ, പലതരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കപ്പെടുകയാണെന്നുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാളെ ഒരു മഹാസംഗമോടെ നടക്കാൻ പോകുന്നു. ഒരുപാട് മേഖലയിൽ നിന്നുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ അവർക്ക് ഇപ്പോൾ അവരുടെ പേരിലുള്ള ഇൻസ്റ്റഗ്രാം പേജ് നടത്തി ഒരു റൺ ചെയ്യുന്നുണ്ട്. നീതി കിട്ടിയിട്ടില്ല അവൾക്ക് ഇപ്പോഴും എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗവൺമെൻറ്റിന് ആ കാര്യത്തിലുള്ള സംശയങ്ങൾ, ദുരൂഹതകൾ നീക്കാനുള്ള ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നേരത്തെ അജിംസ് പറഞ്ഞുള്ള ഇത്തരം പോക്സോ കേസുകൾക്കകത്ത് എപ്പോഴും സംശയങ്ങൾ ബാക്കിയാവുന്നത്? എല്ലാം ആത്മഹത്യയാണെന്ന ക്ലോഷർ റിപ്പോർട്ട് എല്ലാത്തിനും വരുന്നു. കൊലപാതകമാണെന്ന് കണ്ടെത്തുകയോ അതിന്മേൽ പ്രതികൾ പിടിക്കപ്പെടുകയോ ചെയ്യുന്നതല്ല പൊതു ട്രെൻഡ്. എല്ലാം കുട്ടികൾക്ക് മാനസിക പ്രയാസം വന്നു, അവർ ആത്മഹത്യ ചെയ്തു എന്ന ക്ലോഷർ റിപ്പോർട്ടാണ് എല്ലാത്തിലും ഉണ്ടാവുക, മിക്കതിലും. അത് ഒരു അത്ര നല്ല സൂചനയോ നല്ല ട്രെൻഡോ അല്ല. അതുകൊണ്ട് ഈ കേസിലും 1 വർഷം പൂർത്തിയാകുമ്പോൾ ഈ പറയുന്ന ഏരിയാസ് എല്ലാം കവർ ചെയ്യാനും അതിനെല്ലാം ആൻസർ പറയാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്, പോലീസിനുണ്ട്, നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ട്. അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള സംശയം ഇപ്പോൾ മുഴച്ചു നിൽക്കുന്നത് കൂടുതൽ വലുതാവുകയാണ് ചെയ്യുക. നേരത്തെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം, പരമമായ ബാധ്യത സ്റ്റേറ്റിനാണെന്നിരിക്കെ സ്റ്റേറ്റ് സംസാരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ എല്ലാം പോലീസിന് വിട്ടുകൊടുക്കുന്നു, പോലീസിൻ്റെ തീർപ്പുകളാണ് അവസാനത്തെ തീർപ്പ് എന്ന് വിചാരിക്കുന്ന ഭരണകൂടം നല്ലതിനല്ല. അതെ, കൃത്യമായ അന്വേഷണം വേണം, സത്യം കണ്ടെത്തണം.